ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സഭ സംഘടിപ്പിച്ചു. പി.കെ. ഷറഫുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജനപ്രതിനിധികളാണ് പ്രതിഷേധ സഭ സംഘടിപ്പിച്ചത്. കെ-സ്മാർട്ട് പദ്ധതിയിലെ പ്രതിസന്ധി, PMAY ഭവന പദ്ധതി അട്ടിമറി, ജീവനക്കാരില്ലാത്ത ഓഫീസുകൾ തുടങ്ങിയ വിഷയത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ സംഘടനയായ LGML ആണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ പ്രതിഷേധ സഭ സംഘടിപ്പിച്ചത്. ജൂലൈ 5 ശനിയാഴ്ച രാവിലെ സംഘടിപ്പിച്ച പ്രതിഷേധ സഭ LGML സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഷറഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക സർക്കാരുകളായ തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും തദ്ദേശ സ്ഥാപനങ്ങൾ നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധി സർക്കാർ അടിയന്തരമായി പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിലെ ജനങ്ങൾ ഒരു സോഫ്റ്റ്വെയർ, ഞാൻ പറഞ്ഞില്ലേ, നല്ല സോഫ്റ്റ്വെയർ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ അത് നടപ്പാക്കുമ്പോൾ അതിനെ പറ്റിയുള്ള ഒരു ബോധ്യം വേണ്ടേ? ജനപ്രതിനിധികൾക്ക് അറിയോ? പരിശീലനം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ജനപ്രതിനിധികൾക്ക് പരിശീലനമില്ല, അതിനെപ്പറ്റി ബോധ്യമില്ല. അങ്ങനെയുള്ള രീതിയിൽ വികലമായിട്ട് ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ച് ജനങ്ങളെ വട്ടം കറക്കുന്ന സമീപനം നിങ്ങൾ നോക്കുക. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് RTI പ്രകാരം വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്ക്. കഴിഞ്ഞ ഈ സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തുന്നതിന് മുമ്പുള്ള ഒരു 3 മാസം എത്ര ഫയലുകൾ ഓഫീസിൽ വന്നിരുന്നു? അതിനുശേഷം എത്ര ഫയൽ വന്നിരുന്നു? പാതിയായി ഫയലുകൾ കുറഞ്ഞു. എന്താ കുറഞ്ഞത്? ജനങ്ങൾക്ക് ആവശ്യമില്ലാഞ്ഞിട്ടാ? ജനങ്ങൾക്ക് പരാതി ഇല്ലാഞ്ഞിട്ടാ? അല്ല, കൊടുക്കാൻ കഴിയുന്നില്ല, അപേക്ഷ കൊടുക്കാൻ കഴിയുന്നില്ല. അത്രക്കും ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സോഫ്റ്റ്വെയർ പിൻവലിക്കണമെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ഇത് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കണം. ഓരോ പ്രശ്നം വരുമ്പോ പഠിക്കാൻ ഐക്യമാസ്ഥാനത്ത് പഠിച്ചുകൊണ്ടിരിക്കാണ്. ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്നു? അപ്പം പഠിച്ചുകൊണ്ടിരിക്കാൻ. ഇപ്പൊ ഒരു ബില്ല് പഞ്ചായത്തിന്റെ ഒരു വർക്ക് എടുത്തു, ചെറിയ എന്തെങ്കിലും വർക്ക് എടുത്തു, ഒരു പ്രോഗ്രാമിന്റെ മത്സരത്തിന്റെ പ്രിന്റിങ്ങിന്റെ ബില്ല് കൊടുക്കാൻ കെ-സ്മാർട്ടിൽ ഓപ്ഷൻ ഇല്ല. ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുസ്തഫ വെള്ളരിക്കൽ അധ്യക്ഷനായ ചടങ്ങിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ കോയ ഹാജി, സെക്രട്ടറി C മരക്കാരുട്ടി, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഹമീദ് മൗലവി, ജനറൽ സെക്രട്ടറി VPS സലീം, ട്രഷറർ C അബ്ദുൾ അസീസ്, പഞ്ചായത്ത് മെമ്പർമാരായ ഖാദർ മൂർക്കനാട്, പിലാക്കോത്ത് ഹസീന അസീസ്, യൂത്ത് ലീഗ് പ്രസിഡന്റ് CM മുഹാദ്, വനിതാ ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് PM സൗദ, ആബിദ, സാബിറ തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങൾ വളരെ വ്യക്തമായ സമര പരിപാടിയുമായി ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിനെതിരെ മുമ്പോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തില് മനുഷ്യന്മാരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. മുഖ്യമന്ത്രി വരുന്നിടത്തേക്ക് ഒരാൾക്ക് വരാൻ നിവൃത്തിയില്ല. മുഖ്യമന്ത്രി കടക്കുന്ന റൂമിലേക്ക് പത്രക്കാർക്കോ ദൃശ്യമാധ്യമങ്ങൾക്കോ കടക്കാൻ പാടില്ല. ആരെങ്കിലും ഒന്ന് ഈ ഗവൺമെന്റിനെതിരെ അതിന്റെ ചെയ്തികളെ സംബന്ധിച്ചൊരു ആശയവിനിമയം നടത്തിയാൽ അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരവസ്ഥ. ഒരാൾക്ക് ഒരാളോട് മിണ്ടാനുണ്ടാവുന്ന അനുവാദമില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ നിയമപരമായ നടപടികൾ നീക്കി മുമ്പോട്ട് കൊണ്ടുപോകാനുണ്ടാവുന്ന അനുവാദമില്ല. അങ്ങനെ രാജ്യത്ത് അരാജകത്വത്തിന്റെ ഒരു കൂടാരമായി മാറിയിരിക്കുകയാണ്. അതിനിടയിൽ ഇവിടെ ഏറ്റവും പരമസുഖം ഇവിടെ കഞ്ചാവും NDMAയും അതുപോലെ തുടങ്ങിയ ലഹരി മരുന്നുകളും പദാർത്ഥങ്ങളും വിൽക്കുന്നവർക്ക് പരമസുഖമാണ്. അവരെ 1000 ആളുകൾ വിൽക്കുന്നുണ്ടെങ്കിൽ 1-2 ആളുകളെ ഏതെങ്കിലും സമയത്ത് കയ്യിൽ വിട്ടു അവരെ പിടിക്കും. അത് വലിയ വാർത്തയായിട്ട് മുമ്പോട്ട് പോകും. രാജ്യം അരാജകത്വത്തില്ല, ഒരു സംശയമില്ല. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. പല സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കയറ്റമുണ്ട്. ഇപ്പൊ നമുക്കറിയാം, തേങ്ങയ്ക്ക് നല്ല വിലയാണ്, അതുകൊണ്ട് വെളിച്ചെണ്ണയ്ക്കും വിലയാണ്. പക്ഷെ വെളിച്ചെണ്ണ ഇത്രയും വില ആവുന്നതിൽ തർക്കമില്ല. അതിനൊക്കെ ഒരു സബ്സിഡി എന്നെയും കൊടുത്ത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ആ കാര്യത്തെ നീട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെന്റ് തയ്യാറാവുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ജനം എന്തായാലും ശരി, ഞങ്ങളുടെ കീശ വീർക്കണം, ഞങ്ങൾക്ക് വേണ്ടത് കിട്ടണം, അതിനനുസരിച്ച് കൊണ്ടുണ്ടാവുന്ന പ്രവർത്തനം നടത്തണം എന്നതിലപ്പുറം ജനങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാൻ ഇന്ന് ഗവൺമെന്റിന് ഒരു സമയവുമില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്.